വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷ എന്നും ബാലികേറ മലയാണ്. ഏത് വിധേനയും യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതി തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങളാണ് പലപ്പോഴും വിദ്യാർത്ഥികളിൽ നിന്ന് വരാറുള്ളത്. ആ ചെറുത്തുനിൽപ്പ് അവസാനിക്കാറുള്ളത് കോപ്പിയടിയിലാണ്. ഇപ്പോൾ 3ാം സെമസ്റ്റർ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പല വിദ്യാർത്ഥികളും നന്നായി പഠിച്ച് മുന്നോട്ട് പോകുന്നു. കുറച്ചുപേരൊക്കെ താൻ പാതി ദൈവം പാതി എന്ന രീതിയിൽ പോകുന്നു. എന്നാൽ കുറച്ച് വിദ്യാർത്ഥികളൊന്നും പഠിക്കാതെ കോപ്പിയടിയുടെ സഹായത്തോടു കൂടിയാണ് മുന്നോട്ട് പോകാറുള്ളത്. അങ്ങനെ വരുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കോപ്പിയടി എക്സാം ഇൻവിജിലേറ്റേഴ്സും ചില സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് ടീച്ചേഴ്സും വരാറുണ്ട്. അവരൊക്കെ നമ്മുടെ കോപ്പിയടി പിടിച്ചു കഴിഞ്ഞാൽ, മാൽ പ്രാക്ടീസ് പിടിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യുമെന്നുള്ള കാര്യം പല വിദ്യാർത്ഥികൾക്കും പലപ്പോഴും അറിയാറില്ല. പലരും വിചാരിക്കുന്നത് സാധാരണ ഒരു കോപ്പിയടിയല്ലേ, അറിയാത്തത് കൊണ്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് ആ ടീച്ചർ ഇൻവിജിലേറ്റർ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ്റെ ഭാഗമായിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ അത് അവസാനിപ്പിക്കുമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല എല്ലാവരും. ചില ടീച്ചേഴ്സ് ബിറ്റ് പിടിക്കും എന്നാൽ റിപ്പോർട്ട് ചെയ്യില്ല. എന്നാൽ മറ്റു പലര് അങ്ങനെയല്ല, ബിറ്റ് പിടിക്കുക മാത്രമല്ല റിപ്പോർട്ടും ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഏത് പരീക്ഷയ്ക്കാണോ ബിറ്റ് പിടിക്കുകയും ഹയർ അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ എഴുതിയ പരീക്ഷ ജൂനിയേഴ്സിനൊപ്പമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. അതായത് ആ പരീക്ഷ ഡീബാർ ചെയ്തു എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു മെമ്മോ മെയിൽ ഐ ഡിയിലേക്ക് വരും, ഹിയറിങ്ങിന് വിളിക്കും, ദെൻ മെമ്മോറാൻഡം എഴുതണം. അങ്ങനെ കുറച്ചധികം പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് വലിയൊരു കീറാമുട്ടി കാര്യം തന്നെയാണ്. ഇതൊരു സാധാ പരീക്ഷയല്ലേ, ക്രിമിനൽ കുറ്റമൊന്നുമല്ലല്ലോ, അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ പിടിച്ചു കഴിഞ്ഞാൽ, റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വളരെയധികം വലുതാണ്. ഇക്കാര്യം മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരാതെ മുന്നോട്ട് പോവാം. അല്ലെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള കോൺസിക്വൻസസ് നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പഠിക്കുക. ഇപ്പോൾ നാളെ എക്സാം ഉണ്ട്, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചു പോവുക. അതിലുള്ള നോട്ട്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ആ കാര്യങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക, മുന്നോട്ട് പോവുക. അനാവശ്യമായിട്ട് കോപ്പിയടി അഥവാ മാൽ പ്രാക്ടീസിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവിയും ഒരു വർഷവും പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.